ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാമുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞങ്ങളിപ്പോൾ കരുനാഗപ്പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് വീഡിയോ ഇനി ഏട്ടന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളി പോകുന്നതും പിന്നെ ജെറിൻ്റെ തല മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും പിന്നെ ഏട്ടൻ പോകുന്ന ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കരുനാഗപ്പള്ളി ഏട്ടന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ പൂച്ച വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. അതായത് ഞാൻ ഡാൻസ് വീഡിയോസൊക്കെ എടുക്കാറില്ലേ, ഷോർട്സിലും റീൽസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ആ വീട്ടിലെ പൂച്ചയാണിത്. പേര് കോക്കോച്ച്. ആ വീടാണ് തൊട്ട് ബാക്കിൽ കണ്ട വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡിലേക്ക് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, കാറ് വീട്ടിലേക്ക് വരില്ല, ആ വളവിന്ന് കാർ അങ്ങോട്ടേക്ക് വളഞ്ഞു പോകില്ല വീട്ടിലേക്ക്. അങ്ങനെ കണ്ണൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ റോഡിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ ഇവിടെ. പിന്നെ ഇനി ബാക്കി വിശേഷം കരുനാഗപ്പള്ളി എത്തിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇതാ കരുനാഗപ്പള്ളി എത്തി കേട്ടോ. ആദ്യമായിട്ടൊരു ഒരു ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാഗിൻ്റെ ഷോപ്പിലേക്കായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ജെറിയും കൂടെ ഇപ്പോൾ കൂടെ പോയെന്താണെന്ന് വെച്ചാൽ ജെറീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂടെ പോകണമായിരുന്നു. ഇതിൻ്റെ തൊട്ട് ദിവസം മുമ്പ് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഓട്ടോ വന്നപ്പോൾ ഞാൻ ജെറിക്ക് പെട്ടെന്ന് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷം അവൻ പിന്നെ കൈ അനക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഒരു കൈ വെച്ചിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് രണ്ട് ഡൗട്ട്സ് ആയിരുന്നു. ഒന്ന്, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. രണ്ടാമത്, അതിൻ്റെ തൊട്ട് മുമ്പെങ്ങാനും ഇനി വീഴുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നുള്ള രണ്ട് ഡൗട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്കൊരു സ്വന്തമായിട്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ, ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ കൈ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ജെറിയാണെങ്കിൽ നിങ്ങൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കൈ വെച്ച് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പം ബാഗ് സെലക്ട് ചെയ്തു. ആ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേറൊരു ഷോപ്പിൽ ഡിസ്പ്ലേക്ക് ഇട്ടിരുന്ന ഒരു ബാഗായിരുന്നു കേട്ടോ ഇത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏട്ടൻ എനിക്കത് വാങ്ങിച്ചെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ വേറൊരു ഷോപ്പ് കയറിയപ്പോൾ അവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിരുന്ന കമ്മലുകൾ, അടിപൊളി കമ്മലുകളായിരുന്നു. ഞാനതൊക്കെ നോക്കി. ഏട്ടന് ഇവിടെയുള്ള ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്കേർട്ട് ഉണ്ടായിരുന്നു വൈറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഈ സ്കേർട്ടാണ് കേട്ടോ. അങ്ങനെ ഏട്ടന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന കരുനാഗപ്പള്ളി പോയി കഴിഞ്ഞാൽ എപ്പോഴും പോകുന്ന യെസ് ഭാരതിലേക്ക് തന്നെ പോയി. എന്നിട്ട് അവിടെ നിന്നായിരുന്നു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി ഉള്ളിൽ കയറിയിട്ട് പറയാം. ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 2-2.5 മാസമായിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലേറ്റായി പോയതാണ് കേട്ടോ. അതായത് ഫെബ്രുവരി 15-നാണ് ഏട്ടൻ തിരിച്ചു പോയത് ജോലിക്ക്. ഫെബ്രുവരി 14-ാം തീയതി, അതായത് വാലന്റൈൻസ് ഡേക്കാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഷോപ്പിലേക്ക് പോയത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആദ്യം ഞങ്ങൾ പോയത് ഏട്ടന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഷർട്ടിൻ്റെ സെക്ഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് ഏട്ടന് ഞാനൊരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് തന്നെയാണ് ഏട്ടൻ വാങ്ങിച്ചത്. ഏട്ടനും ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടന് ഫുൾ സ്ലീവുള്ളൊരു ബനിയൻ നോക്കി. ഇതാണ് നോക്കിയത് കേട്ടോ. ഈ സെയിം ബനിയൻ തന്നെ കണ്ണനും വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങി. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. പിന്നെ റോഹനും ജെറിക്കും വാങ്ങിച്ച ഡ്രസ്സിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും കയ്യിലില്ല. പിന്നെ അവിടെ നിന്ന് ജെറിക്ക് ടോയ്സും വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി വിശേഷം പോകുന്ന വഴിക്ക് പറയാം കേട്ടോ.
അങ്ങനെ ഇതാ വീടിൻ്റെ അടുത്ത് തറയെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ മുന്നേ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. സോങ് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇന്നിപ്പോൾ ജെറീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നാളത്തേക്ക് ബുക്ക് ചെയ്തു. ഞങ്ങളാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും വെച്ചില്ലായിരുന്നു വീട്ടിൽ. അങ്ങനെ പിന്നെ വീടിനടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുന്ന ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്ത സമയത്ത് റബ്ബറിൻ്റെ ഇല മൊത്തം കൊഴിഞ്ഞിട്ടായിരുന്നു ഉള്ളത്. ഇന്നിപ്പോൾ ഇതാ ഏട്ടൻ പോകുന്ന സമയപ്പോഴത്തേക്ക് റബ്ബറിൻ്റെ ഇല മൊത്തം തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാർസൽ വാങ്ങിച്ചിട്ടുള്ള ഫുഡൊക്കെ ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. ജെറിക്ക് ഫുഡ് കൊടുത്തു. ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചിട്ടുള്ള ഫുഡിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഏട്ടനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഏട്ടൻ എടുത്തു വെക്കുകയാണ്. രതീശ്വരനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ജെറീൻ്റെ മുടിയാണെങ്കിൽ നാളെ മുട്ട അടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇന്ന് കരുനാഗപ്പള്ളി പോയ സമയത്ത് വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണും പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെയായി. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുത്ത് വെച്ചില്ല കേട്ടോ. ഏട്ടൻ പോകുന്ന സമയത്ത് ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല. അങ്ങനെ ആകെ എടുത്തു വെച്ചത് ഇതാണ്. വെണ്ടയ്ക്കയും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ പോലെ. എനിക്ക് ഏട്ടന് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ തലേദിവസം കരുനാഗപ്പള്ളി പോകുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഇത് കേട്ടോ. അപ്പോൾ ജെറീൻ്റെ മുടി മുട്ടയടിക്കണമല്ലോ, അതിൽ മുന്നേ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഇതാ ജെറീൻ്റെ മുടി മുട്ടയടിക്കുകയാണ്. എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ മുട്ടയടിക്കുന്നത്. ഇതിപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്ന് പോവുകയാണല്ലോ. അപ്പോൾ ഏട്ടന് ജെറീൻ്റെ മുടി മുട്ടയടിക്കുന്ന സമയത്ത് ഏട്ടനും കൂടെ ഉണ്ടാവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ. ഇനി ഏട്ടൻ പോയിട്ട് തിരിച്ച് വരുന്നവരെ കാത്തു വയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണല്ലോ. അതുകൊണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ മുട്ടയടിക്കാമെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നേർച്ചയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ കൊണ്ടങ്ങ് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ലാസ്റ്റ് രതീഷ് ഏട്ടനും പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യത്തെ എൻ്റെ പ്രസവത്തിൽ ഞാൻ വിചാരിച്ചത് റോഹനെ പ്രസവിക്കുന്ന സമയത്ത് ആയിരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അത് നടന്നില്ല. പിന്നെ രണ്ടാമത്തതിലും പെൺകുട്ടി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഇതൊക്കെ. പക്ഷെ രണ്ടാമത്തതും ആൺകുട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവം നിർത്തിയൊന്നുമില്ല, എന്നാൽ പോലും ഇനി പ്രസവിക്കാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറീൻ്റെ മുടിയൊന്ന് വളർത്തിയെടുത്തു. പിന്നെ അവനും അതായിരുന്നു നല്ല ചേർച്ച. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കെട്ടിയൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മുട്ട അടിക്കുമ്പോൾ. പിന്നെ അവനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നല്ലതുപോലെ ഇരുന്നൊക്കെ തരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് മുട്ട അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവനങ്ങ് കുഴഞ്ഞു പോയ ഒരു തലകറക്കം വന്ന പോലെ ഇങ്ങനെ കുഴഞ്ഞു പോയി, ഛർദിയും ഫുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഏട്ടൻ പോകുന്നൊരു തിരക്കും അവന് വയ്യായ്കയും മൊത്തത്തിലെ അവസ്ഥയായിപ്പോയി. റോഹൻ്റെ മുടി മുട്ടയടിച്ചത് 6 മാസത്തിലായിരുന്നു. അവൻ്റെ 6 മാസത്തിലായിരുന്നു. അപ്പോൾ ജെറീൻ്റെത് മുട്ടയടിക്കുന്നത് അവന് 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അച്ഛൻ തന്നെയായിരുന്നു റോഹൻ്റെ മുടി മുട്ടയടിച്ചത്. ഇപ്പോൾ ജെറീൻ്റെതും അച്ഛൻ തന്നെയാണ്. അച്ഛൻ ട്രിം ചെയ്തെടുത്തതിന് ശേഷം രതീഷേട്ടൻ ജസ്റ്റ് ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടയടിച്ചതിന് ശേഷം തലയിൽ ഫുള്ള് ചന്ദനം തേച്ച് പുരട്ടി വെക്കും. അത് റോഹൻ്റെതും ഏട്ടനായിരുന്നു ചെയ്തത്. ഇപ്പോൾ ജെറീൻ്റെതും ഏട്ടനാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വിശേഷം മുട്ടയടിച്ചതിന് ശേഷം പറയാം.
അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ചിട്ട് ഉറക്കി. പിന്നെ ഏട്ടന് പോകാനുള്ള സമയമായി. പിന്നെ ഞാനും ഏട്ടനും കൂടെ ഞങ്ങൾ ഒരുമിച്ചിട്ട് 6.5 വർഷം താമസിച്ച ഏട്ടൻ്റെ കുടുംബ വീടുണ്ടല്ലോ, തറവാട് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഈ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സമയത്ത്. ഇപ്പോൾ റൂമൊക്കെ കൂട്ടിയെടുത്തതാണ്. അങ്ങനെ ഏട്ടൻ്റെ അമ്മ, ഞാൻ പറഞ്ഞാണല്ലോ ഏട്ടൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു പോയതോ. അങ്ങനെ അവിടെ പോയിട്ട് ഏട്ടൻ്റെ അമ്മയ്ക്ക് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഇതാണ് ഏട്ടൻ്റെ അമ്മ. അങ്ങനെ പിന്നെ തിരിയൊക്കെ കത്തിച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയതിനു ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് നിങ്ങൾ ഷോർട്സിൽ ഇതിൽ മുന്നേ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് റോഹനാണെങ്കിൽ ജെറീൻ്റെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോയി. അവൻ്റെ സ്കൂളിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ. അപ്പോൾ ഏട്ടൻ പോകുന്ന സമയത്ത് അവൻ വീട്ടിലില്ല. അങ്ങനെ പിന്നെ ഏട്ടൻ പോകുന്ന വഴിക്കാണെങ്കിൽ അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവനെയും കണ്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഏട്ടൻ പോയതിനു ശേഷം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ജെറീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ, ഞാനും പൊടിമുളച്ചും കൂടെ. അപ്പോൾ റോഹനെ സ്കൂളിൽ പോയിട്ട് വിളിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റോഹൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അവിടുന്ന് റോഹനെയും വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ബാക്കി വിശേഷം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പറയാം. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലെത്തി. ഇത് ശാസ്താംകോട്ടയിലാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ. ആദ്യം പത്മാവതി എന്നായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേര്. ഇപ്പോൾ ആസ്റ്റർ PMF ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഈ സമയം വരെ സ്ഥിരമായിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ കളിയാക്കിയിട്ട് പറയും എൻ്റെ തറവാടാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടറിന് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണേ. ഇന്നിപ്പോൾ ജെറീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ജെറീൻ്റെ കൈ നോർമലായിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നു, പെയിനൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമല്ലോ. ജെറീൻ്റെ കൈക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജെറീൻ്റെ കൈയിൻ്റെ ജോയിൻറ്റ് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുറേ കുട്ടികളെ കൊണ്ടുവരാറുണ്ടെന്ന്. ഞാൻ നോർമൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്ര പോലും പ്രഷർ എടുത്തില്ലായിരുന്നു. എന്നാലും അന്നാണെങ്കിൽ കിടത്തിയിട്ടായിരുന്നു ഡ്രസ്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തോ പറ്റിയതാണ്. എന്തായാലും ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നോർമലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഡോക്ടർ ഒന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ച് നേരെയാക്കി. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണേ. അങ്ങനെ രാത്രിയായി. ഞങ്ങളിതാ വീടിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.